എഴുത്തുകാരൻ NS മാധവന്റെ കൈവശമുള്ള മുൻ ദേവസ്വം കമ്മീഷണർ M രാജരാജവർമ്മയുടെ സ്വകാര്യ രേഖാശേഖരം പുരാരേഖാ വസ്തുവകുപ്പിന് കൈമാറി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ NS മാധവനിൽ നിന്നും രേഖകൾ ഏറ്റുവാങ്ങി. 1920കളിലെ വൈക്കം സത്യാഗ്രഹ സമയം മുതലുള്ള ഡയറിക്കുറിപ്പുകളുടെ 9 ബുക്കുകളാണ് പുരാരേഖാ വകുപ്പിന് കൈമാറിയത്. വൈക്കം ക്ഷേത്രത്തിനു ചുറ്റുമുള്ള പൊതുവഴിയിൽ കൂടി പിന്നാക്കക്കാർക്ക് പ്രവേശനം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ M രാജരാജവർമ്മ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിരുന്നു. അദ്ദേഹം എഴുതിയ ഡയറിയിലെ കൂടുതൽ വിവരങ്ങൾ അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളെ സംബന്ധിച്ചാണ്. രാജരാജവർമ്മയുടെ ചെറുമകനായ ആർക്കിടെക്ട് AG കൃഷ്ണമേനോൻ ബന്ധുവായ NS മാധവന് നൽകിയ ഡയറികളാണ് സംസ്ഥാന പുരാരേഖാ വകുപ്പ് ഇപ്പോൾ ഏറ്റെടുത്തത്. പുരാരേഖ, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകളൊക്കെ തന്നെ സംയോജിപ്പിച്ചുകൊണ്ടും സംഘടിപ്പിച്ചുകൊണ്ടും എത്രയോ അപൂർവമായ ചരിത്ര സത്യങ്ങൾ തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്നവരാണ്. അത്ഭുതകരമാണ് അവരുടെ സമർപ്പണബോധം. ചടങ്ങിൽ സംസ്ഥാന ആർക്കൈവ്സ് ഡയറക്ടർ P. വിജു, സൂപ്രണ്ട് KV ഷിജി, ചരിത്രകാരൻ ചെറിയാൻ രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 കൊച്ചി. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.